അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്കും സുഖം തന്നെ. ഇന്ന് മാപ്പിളുടെ വരക്ക് വരാത്ത ദിവസം, നല്ലൊരു ദിവസം. ഇന്ന് നല്ലൊരു ചിക്കൻ പൊരിക്കാതെ ഒരു ബിരിയാണി, കുക്കർ ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ അതിനനുസരിച്ചില്ല, കുക്കർ ഇടിയില്ല, ചെറിയ കുക്കറേയിലും. അപ്പോൾ ഞാൻ തപ്പാലിയിൽ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ഞാൻ മസാലയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വല്ലാത്തൊരു വിഷമം. ഇതുവരെ ഞാൻ മാറി നിന്നിട്ടാ നല്ലൊരു ദിവസം. ഈ പ്രാവശ്യം ഇപ്പം എല്ലാം മാറി നിന്നിട്ടാന്നില്ലത്. അതുകൊണ്ട് ചട്ടി നല്ലോണം ചൂടാവട്ടെ, എന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായി ചൂടാവട്ടെ. മരിയോടെ മോനാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ആരും ഇല്ല ഇവിടെ വീഡിയോ എടുക്കാൻ. അവനെ പിടിച്ചു നിർത്തി ഞാൻ. ഇന്ന് വെള്ളിയാഴ്ച ദിവസവും നല്ലൊരു ദിവസമല്ലേ ഇന്ന്. വരാത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം തന്നെ ആയി. അതിലേക്ക് ഞാൻ 3 നീരുള്ളി മുറിച്ച്, നന്നായി മുറിച്ച 3 നീരുള്ളി. നന്നായി ഒന്ന് വാടാം. നല്ല ഇലക്കി കൊടുത്തിട്ട് ഒന്ന് വാടട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട് ഞാൻ. എന്നാൽ ഉള്ളി വേഗം വാടും. കുറച്ച് ഉപ്പിടുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് വാടട്ട്. വാടിയതിന് ശേഷം നമുക്ക് കാണാം. നന്നായി ഇത് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 തക്കാളി, ചെറുതായി മുറിച്ച 3 തക്കാളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി ചതക്കിയത് ഒന്നായിട്ട്, അതും കൂടിയിട്ട് നന്നായി ഇതൊന്ന് ഇളക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ഇടണം. പിന്നെ വല്ലാത്തൊരു വിഷമം എനിക്ക്. ഇന്ന് ആങ്ങളുടെ മംഗലം കഴിഞ്ഞ ദിവസം, വരാത്ത ദിവസം. അതുകൊണ്ട് മരുമക്കൾ 3 ആളും എന്നെ വിളിച്ചിരുന്നു. ആടിയും ബിരിയാണി അത്ര. അപ്പം ചെറിയൊരു വിഷമം. ആങ്ങളുടെ മംഗലം കഴിഞ്ഞ ദിവസം ഇന്ന് നല്ലൊരു ദിവസം തന്നെ. ചെറിയ പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. മരുമക്കൾ 3 ആൾ പോകുന്നു വൈകുന്നേരം. അങ്ങനെ നന്നായി ഇതൊന്ന് വാടട്ട്. അങ്ങനെ ഉള്ളിയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായി വാടി. അതിലേക്ക് ഞാൻ 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് നമുക്ക് ഇളക്കാം. ഇതിൻ്റെ പച്ച മണമെല്ലാം കൂട്ട് ചോയയെല്ലാം. നന്നായി ആവട്ടെ. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡിയായി. അതിലേക്ക് ഞാൻ കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഒരു കഷ്ണം പുതിനയിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് മസാല റെഡിയായി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ചിക്കൻ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. നന്നായി വെള്ളം വേണം, ചിക്കൻ്റെ വെള്ളം വേണം. ഇനി നമുക്ക് ചോറിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതാ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇത് വെറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചോറ് വെക്കുന്നത് നമുക്ക് കാണാം. മസാല റെഡിയായി. അങ്ങനെ 2 പാട്ട, ഈ പാട്ടയ്ക്ക് 2 പാട്ട വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളക്കട്ട്. ഞാനിതാ 2 സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. രണ്ട് സ്പൂണ് പശു നെയ്യ് ഇട്ട് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്.
കറാമ്പ്, ഏലക്കായി, കറുവപ്പട്ട എല്ലാം ഇതിലേക്കുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് തിളക്കട്ടെ. അങ്ങനെ വെള്ളം നന്നായി തിളച്ച് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഒരു 1-1.5 സ്പൂൺ ആവശ്യത്തിന് കണക്കായിട്ട് ഉപ്പിട്ടാൽ മതി. അതിലേക്ക് ഞാൻ ഇതാ 1 കിലോ അരി, ജീരകശാല അരിയാണ് 1 കിലോ. എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഊറ്റിയിട്ട് മസാലയിലേക്ക് ഇടാൻ വേണ്ടി. അപ്പം എന്താക്കും, നല്ല രസം ഉണ്ടാവും ചോറ്. എണ്ണയിൽ ചിക്കൻ പൊരിക്കാതെല്ലാം വെക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് തിളക്കട്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിന് അരി ഒട്ടിപ്പിടിക്കൂലല്ലോ. അടച്ചു വെക്കുന്നു. ഒരു 2 തള തിളക്കട്ട്. അങ്ങനെ ചോറ് നന്നായി നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിത് ഊറ്റിയിട്ട് മസാലയിലേക്ക് ഇടാം. മസാലയിൽ ഇടുന്നതിന് ഉപ്പിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് വെള്ളം, ചിക്കൻ്റെ വെള്ളം, അത് ഈ മസാലയിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ചോറ് നല്ല ഊറ്റിയിട്ട് ഇവിടുത്തെ കൊട്ടക്കൈലാണ് ഇത് കേട്ടാ. നല്ല രസമില്ലേ ഈ കയ്യിൽ കാണാൻ. നമ്മളെ നീലശന്റെ നാട്ടിൽ ഞാൻ പോകുമ്പം 2 ഈ കൊട്ടക്കൈയിൽ കൊണ്ടുപോകുന്നുണ്ട്. ബിസ്മില്ല. ഇതിലേക്ക് നമുക്ക് ഊറ്റിയിട്ടിടാം. നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് കാണാം. പിറ്റേ നന്നായി ഇതാ ഊറ്റിയിട്ടിട്ട് പിന്നെ ഇതിൻ്റെ മേലയിലേക്ക് ഞാൻ കുറച്ച് പശു നെയ്യ് ഒഴിക്കുന്നുണ്ട്. മല്ലിച്ചപ്പും പുതിനയിലി. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ഇത് ദമ്മിടാം. അങ്ങനെ നമ്മളെ ചോറ് ഇവിടെ റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. എന്താ ഇത് നമുക്ക് വേവിക്കുന്നത് കാണാം. നമ്മൾ ചോറ് വയ്ക്കാൻ ഇരുന്നിട്ടുണ്ട്. 2 ആളും കൂടി പപ്പടം വെച്ച് പുളിഞ്ചി, മലപ്പുറത്ത പുളിഞ്ചിയാണ് കേട്ടോ. നല്ല ചോറായിന് നല്ല രസമുണ്ട്. പപ്പടവും ഉണ്ട്, കച്ചമ്പറുണ്ട്, പുളിഞ്ചിയുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. അസ്സലാമു അലൈക്കും.